ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ഭീഷണിയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ രംഗത്ത്. ട്രംപിന്റെ ആവശ്യം ഇന്ത്യ ചൈനയ്ക്കൊപ്പം ഇരിക്കണമെന്നതാണ്. ചൈന അമേരിക്കയെക്കാൾ ജനപ്രതിയിൽ മുന്നിലെത്തിയപ്പോൾ തന്നെ സഖ്യകക്ഷികളാകട്ടെ ഇപ്പോൾ യുഎസിനെ ഒരു വലിയ തടസ്സവാദിയായി കണക്കാക്കുന്നുവെന്നും സളിവൻ പറഞ്ഞു. മാത്രമല്ല, ട്രംപിന്റെ ഈ ഒരു പ്രതികാരത്തോടു കൂടി തന്നെ ഇന്ത്യ ചൈനയുമായി കൂടുതൽ അടുക്കുകയും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു ബന്ധം ദൃഢമാവുകയും ചെയ്യുന്നു. എന്നാൽ അമേരിക്കയെ തള്ളിക്കളയുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആഗോളതലത്തിൽ ചൈന ഉത്തരവാദിത്തമുള്ള ഒരു കളിക്കാരായി തന്നെ കാണപ്പെടുമ്പോൾ യുഎസ് ബ്രാൻഡ് ഇപ്പോൾ ടോയ്ലറ്റിലാണ് എന്നും സള്ളിവൻ പറയുന്നു. ഇപ്പോൾ ഇന്ത്യയുമായി ആഴമേറിയതും സുസ്ഥിരവുമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ അധിക തീരുവ ഭീഷണി ഇന്ത്യക്കും യുഎസിനുമിടയിൽ വിള്ളൽ വീഴാൻ കാരണമാവുകയും ചൈനയ്ക്കൊപ്പം നിൽക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്നാണ് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ചൂണ്ടിക്കാട്ടുന്നത്. ഞാനിപ്പോൾ ഈ സ്ഥലങ്ങളിൽ പോയി നേതാക്കളുമായി, അതായത് ചില രാജ്യങ്ങളിൽ പോയി നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ അമേരിക്കയെ അപമാനിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അവർ യുഎസിനെ വലിയ തടസ്സമാകുന്ന ഒരു രാജ്യമായി തന്നെ കണക്കാക്കുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമായും അവർ കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ചൈന പല രാജ്യങ്ങളിലും അമേരിക്കയെക്കാൾ ജനപ്രതിയിൽ മുന്നിലെത്തിയിട്ടുണ്ട്. ഒരു വർഷം മുൻപ് അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. ഇപ്പോൾ രാജ്യങ്ങൾ അടിസ്ഥാനപരമായി യുഎസ് ബ്രാൻഡ് ടോയ്ലറ്റിൽ എടുത്തു കളയുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ചൈന ഉത്തരവാദിത്തമുള്ള ഒരു കളിക്കാരനെ പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇന്ത്യയെ മറ്റൊരു ഉദാഹരണമായി നോക്കൂ. ഇരു കക്ഷികളുമായി തന്നെ ചേർന്നുകൊണ്ട് കൂടുതൽ ആഴമേറിയതും സുസ്ഥിരവുമായ ബന്ധം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിരുന്ന രാജ്യമായിരുന്നു. അതിൽ ചൈനയുടെ വെല്ലുവിളി വലിയ ഒരു സംഭവമായി തന്നെ കണക്കാക്കാം. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർക്കെതിരെ വൻതോതിലുള്ള വ്യാപാര ആക്രമണം നടത്താൻ നിർബന്ധിതരാവുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഓഗസ്റ്റ് 27-ന് ട്രംപ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ 50% ടാരിഫ് പ്രാബല്യത്തിൽ വന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കയറ്റുമതിയിലെ ടാരിഫ് ഏതൊരു രാജ്യത്തിനും മേലുള്ള ഏറ്റവും ഉയർന്ന ടാരിഫാണ്. ഇത് വളർച്ചയെയും അതുപോലെ തൊഴിൽ അവസരങ്ങളെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് 25% അധിക ടാരിഫ് ചുമത്താൻ കാരണമായതെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്ക് മേലുള്ള ഉയർന്ന നികുതിയിൽ യുഎസിലേക്കുള്ള കയറ്റുമതിയെ ആശ്രയിക്കപ്പെടുകയും അതിൽ ആശങ്കപ്പെടുകയും തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, മെക്കാനിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിലെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അനുവദിക്കാത്തതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ വിദ്വേഷം മൂലമാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് തീരുവ ചുമത്തിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച തന്നെ ഒരു ഉന്നത അമേരിക്കൻ നിക്ഷേപ ബാങ്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതും. മെയ് മാസത്തിൽ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് ട്രംപ് ഇടപെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതായത് ജെഫ്രീസ് എന്ന നിക്ഷേപ ബാങ്കിന്റെ റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നമായി തന്നെ കാർഷിക മേഖലയെയും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.